ആത്മീയത എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ആത്മീയതയെ അളക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇന്നലെ സംസാരിച്ചപ്പോ ഇത്രയും ആലോചിച്ചു കാണില്ല. ആത്മീയത ഉണ്ടാവുകയോ എന്നുള്ളത്, അത് ആത്മീയത നമ്മളിൽ ഉണരണമെങ്കിൽ അതിനൊരു ഒരു ഒരു രീതിയുണ്ട്. ആ രീതിശാസ്ത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പ്രതിപാദനം. ഓക്കെ, നോക്കാം. Spirituality transforms imagination into values that shapes human destiny. ഭാവനയിൽ നിന്നും മൂല്യങ്ങളിലേക്കുള്ള പ്രയാണം, ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത മതപരമായ ആചാരമല്ല, മനുഷ്യന്റെ ഭാവനയിലൂടെ ഉള്ളിലെ ധർമ്മബോധം മൂല്യങ്ങളായി രൂപപ്പെടുകയും ആ മൂല്യങ്ങൾ സ്വഭാവത്തിലും പ്രവർത്തനങ്ങളിലും പ്രകടമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഒളിമ്പസ് ദർശനപ്രകാരം ചോദന, ഭാവന, മൂല്യം, സ്വഭാവം, പ്രവർത്തനം, ജീവിതഫലം എന്ന പരിവർത്തന ക്രമമാണ് യഥാർത്ഥ ആത്മീയ വളർച്ചയും സുസ്ഥിര വിജയത്തിനുമുള്ള അടിത്തറയും. ഇതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ആത്മീയത, അതിനെക്കുറിച്ചുള്ള നമ്മുടെ പൊതുവായിട്ടുള്ള ധാരണ ചില മതങ്ങളിൽ നിന്നുണ്ടാവുന്നത്. നമ്മൾ ഈ മറ്റേ ജനറലൈസ്ഡ് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പോ ആത്മീയത എന്ന് പറയുന്നത് മതങ്ങളിൽ ഒതുങ്ങാത്തതാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മതാചാരങ്ങളിൽ മാത്രം ഒതുങ്ങാത്ത ആശയമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ അത് ജീവിതത്തെ നയിക്കുന്ന ആന്തരിക ഗുണമാണ് എന്നും മനസ്സിലായി. ഈ വ്യക്തിത്വത്തിൽ ഒരു മൂല്യത്തിന്റെ സാന്നിധ്യമാണ് ആത്മീയത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇതാണ് വിജയത്തിന്റെ അടിത്തറ എന്ന് നമ്മൾ മനസ്സിലാക്കി. സത്യത്തിൽ ഇത് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഒരു വിശേഷം ആയിട്ടാണ് ഈ ആത്മീയത ഉണ്ടാകുന്നത് അല്ലെ. എന്താണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? ഭാവന ചെയ്യാനുള്ള അതുല്യമായ ഒരു ശേഷി. മറ്റു ജീവികൾക്ക് ഭാവന ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഭാവന ചെയ്യാൻ കഴിയും. ഈ ഭാവന ചെയ്യുന്നത് മാത്രമല്ല, ഭാവന കൊണ്ട് നമുക്ക് ഒരു മാതൃകയില്ലാത്ത ഒരു രൂപത്തെ സൃഷ്ടിക്കാൻ കഴിയും. ഇത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ്. ഒരു മാതൃകയുമല്ലാതെ ഒരു രൂപം സൃഷ്ടിക്കുക. മാതൃക എന്ന് വെച്ചാൽ പ്രീവിയസ് മോഡൽ, പ്രീവിയസ് ഇമാജിനേഷൻ എന്നുള്ള സാധനം ഇല്ലാതെ തന്നെ നമുക്ക് ഒരു രൂപത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ, അതിനെ മോർഫസ് ചെയ്യാൻ നമുക്ക് കഴിയും. അതായത് ഭാവനയെ യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഭാവിയിൽ ജീവിക്കാൻ കഴിയുന്നത്. ഈ ഭാവന കൊണ്ട് നമ്മൾ എത്തുന്ന ഇടം എവിടെയാണ്? അത് ഭാവിയാണ്. ഭാവിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ബോധം നമ്മിലുണ്ടാകും. ഇതാണ് മനുഷ്യരെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. മറ്റു ജീവികളെല്ലാം തന്നെ വർത്തമാനത്തിൽ ജീവിക്കുന്നു അല്ലെ. വർത്തമാനത്തിൽ ജീവിക്കുന്നു എന്നതാണ് അതിന്റെ സവിശേഷത. നമ്മളും വർത്തമാനത്തിൽ ജീവിക്കണം എന്ന് പറയാം. മനുഷ്യന്റെ ഭാവന കൊണ്ട് അവന് ഭാവിയിൽ ജീവിക്കാൻ പറ്റും. ഭാവിയെ ആവിഷ്കരിക്കാൻ അവന് കഴിയും. ഭാവിയെ പ്ലാൻ ചെയ്യാൻ കഴിയും. മറ്റു ജീവികളിലെല്ലാം ഭാവി പ്ലാൻ ചെയ്യുന്ന പ്രകൃതിയാണെങ്കിൽ മനുഷ്യനിൽ അവന്റെ ഭാവനയാണ് ചെയ്യുന്നത്. ഭാവനയുടെ ശക്തി യഥാർത്ഥത്തിൽ എന്താണ്? കാണാത്തത് കാണുന്ന ഒരു മനസ്സാണ് ഈ ഭാവന എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ അടിത്തറയല്ലേ, കാണാത്തതിന്മേലുള്ള ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ കാണാത്തത് കാണുന്ന മനസ്സ്. ഈ ജ്ഞാനം അറിവായി മാറുന്നത് എവിടെയാണ്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജ്ഞാനം എന്ന് വെച്ചാൽ അനുരൂപനമാണ്. അറിവായി മാറുന്നത് ഈ അനുരൂപപ്പെടാൻ എന്താണ് വേണ്ടത് എന്ന് മുൻകൂട്ടി കാണുന്ന മനസ്സാണ്. അതാണ് അറിവ്. ഇപ്പോ ഭാവന ചെയ്യാനുള്ള ശേഷിയാണ് ഈ അറിവിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ജ്ഞാനത്തെ കുറിച്ചല്ല പറയുന്നത്, അറിവിനെ കുറിച്ചാണ്. ഈ ഭാവന എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ധർമ്മത്തെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്ന് രൂപപ്പെടുന്നത് ഈ ഭാവനയിൽ നിന്നാണ്. അപ്പൊ ഭാവന എന്ന് പറയുന്നത് ധർമ്മത്തെ രൂപപ്പെടുത്തുന്ന ഒരു ചിന്തയാണ്. ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വീണ്ടും വിചാരങ്ങളെല്ലാം ഉണ്ടല്ലോ. ആ ചിന്തിച്ച് ഭൂതം എന്തായിരുന്നു, വർത്തമാനം എന്തായിരുന്നു, ശേഷി എന്തായിരുന്നു, സ്ഥിതികത്വം എന്താണ്,
വൈകാരിക അവസ്ഥ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണല്ലോ ഒരു ചിന്ത ഉണ്ടാവുന്നത് അല്ലെ. ധർമ്മത്തെ രൂപപ്പെടുത്താൻ വേണ്ടി ആ ചിന്ത ഉണ്ടാവുകയാണെങ്കിലോ അതാണ് ഭാവന. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ എന്താ, ജീവിതത്തിന്റെ ഒരു പർപ്പസ് ഉണ്ടാവും, അത് മീനിങ് ഉണ്ടാവും അല്ലെ. ആ അർത്ഥങ്ങളെ പുനഃസൃഷ്ടിക്കാനുള്ള കഴിവാണ് ഈ ഭാവന എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മൂല്യമുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മീനിങ്, ഒരു ആശയം ഉള്ളിലുണ്ടായി, അതിനെ പുനഃസൃഷ്ടിക്കാനുള്ള ഒരു ശേഷിയാണ് ഭാവന. ഈ ഭാവനയാണ് നമ്മുടെ ജീവിതത്തിന് ദിശ നൽകുന്നത്. മൊത്തത്തില് മനുഷ്യന്റെ ജീവിതത്തിൽ അവന് വേണ്ടുന്ന കാര്യങ്ങൾ, അറിവ്, വിശ്വാസം തുടങ്ങിയ കാര്യങ്ങൾ, ധർമ്മരൂപീകരണം എന്ന് പറയുന്ന കാര്യങ്ങൾ, അർത്ഥത്തെ, അവനെ ഉള്ളിൽ കാണുന്ന അർത്ഥത്തെ, മീനിങ്ങിനെ പുനഃസൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിരൂപം നൽകുന്ന കഴിവ്, ജീവിതത്തിന് ഗതി, ദിശ നൽകുന്ന കഴിവ്, ഇതാണ് ഭാവന എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാവനയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ധർമ്മം എന്ന് പറഞ്ഞു അല്ലെ. അതായത് ധർമ്മത്തെ രൂപപ്പെടുത്തുന്നത് ഭാവനയാണെന്ന് പറഞ്ഞു. ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്നതാണ് മനസ്സ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ധർമ്മത്തെ കർമ്മമാക്കി രൂപപ്പെടുത്തുന്നത് ഭാവനയാണ്. അപ്പോ ഉള്ളിൽ വരികയുന്ന ധർമ്മചോദനയെ ഭാവനയിലൂടെ അതിന് വ്യക്തമാക്കിയിട്ട് അത് യുക്തി കൊണ്ട് അതിനെ വകതിരിച്ചിട്ട് പിന്നെ നമ്മുടെ ബോധം ഉപയോഗിച്ചുകൊണ്ട് അതിനെ വിധി നിർണയം നടത്തി ജീവിത നിയമങ്ങളാക്കി മുൻപോട്ട് വയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെ. മനസ്സിലായോ? ക്രമം മനസ്സിലായോ? ഉള്ളിൽ ധർമ്മചോദനകൾ ഉണ്ടാവും. നമ്മുടെ ഉള്ളില് ചോദനകളുടെ രൂപത്തിലാണല്ലോ ധർമ്മം നമ്മുടെ വെളിയിലേക്ക് വരുന്നത്. അപ്പൊ അതിന് ഭാവന കൊണ്ട്, ഭാവന എന്ന് വെച്ചാൽ വിഷനാണത് അല്ലെ, ഭാവന കൊണ്ട് നമ്മൾ അതിന്റെ മുകളിൽ ഒരു വ്യക്തത ഉണ്ടാക്കി. ഈ ചോദന വന്നു, അപ്പൊ അതിന്റെ ഉള്ളിൽ വ്യക്തത ഉണ്ടാക്കി. എന്നിട്ട് അതിനെ യുക്തി കൊണ്ട് നമ്മൾ വേർതിരിച്ച് ഇങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. എന്നിട്ട് അത് ഏത് രൂപത്തിൽ വേണം എന്ന് ബോധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർണയിച്ചു. അപ്പൊ ഇവിടെ ഏത് രൂപത്തിൽ അതിനെ വിധി നടപ്പിലാക്കണം എന്നുള്ളതിന്റെ നിയമങ്ങൾ, ആ നിയമം ആരാ തീരുമാനിക്കുക? നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഈ ചോദനയുടെ രൂപത്തിൽ, ഭാവനയുടെ രൂപത്തിൽ, യുക്തിയുടെ രൂപത്തില്, പിന്നെ ബോധത്തിന്റെ രൂപത്തിൽ ഈ നിയമങ്ങൾ, ജീവിത നിയമങ്ങൾ ഉണ്ടാവണം. അപ്പോ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും അത് ഉണരണം. അതിന്റെ പേരാണ് മൂല്യങ്ങൾ എന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നും അത് ആ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്ന സമയത്ത് അതെന്താകണമെന്ന് തീരുമാനിക്കുന്ന നിയതമായ ഗൈഡ് ലൈൻസ്, അതിന് വ്യാഖ്യാനമൊക്കെ ഉണ്ടാവും. അത് ആ വ്യാഖ്യാനത്തെ നമ്മൾ സാധാരണ മൂല്യങ്ങൾ എന്ന് പറയാം. പക്ഷെ ഈ വ്യാഖ്യാനം എന്താണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നും നിയതമായ, ഈ നമ്മൾ ചെയ്യുന്ന ധർമ്മം കർമ്മമാകുന്ന സമയത്ത് ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുവാൻ വേണ്ടുന്ന ആ നിയത നിയമങ്ങൾ, നിയത ഗൈഡ് ലൈൻസ്, വഴികാട്ടലുകൾ, അതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഈ മൃഗങ്ങളും മനുഷ്യനും നമ്മൾ ഭാവന ചെയ്യായികയുടെ വ്യത്യാസം പറഞ്ഞല്ലോ. മൃഗങ്ങളിൽ വെച്ചാൽ സഹജ പ്രേരണകളുടെ പുറത്താണ് അവ ജീവിക്കുക അല്ലെ, സഹജമായ ചോദനകളുടെ പുറത്ത് ജീവിക്കുന്നു. അവിടെ ഭാവന ഇല്ല, ഭാവന ആവശ്യമില്ല. അപ്പോ മൂല്യത്തെക്കുറിച്ച് ഒരു വിചാരമില്ലാത്ത പെരുമാറ്റമായിരിക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് വൈൽഡർ ആയിട്ട് പെരുമാറാൻ കഴിയുന്നത്. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെ പക്വതയോടുകൂടി ആണ് പെരുമാറുക. അങ്ങനെയാണോ എന്ന് ചോദിച്ചാലല്ല, പ്രധാന വ്യത്യാസമാണ് പറഞ്ഞത്. ഇതിന്റെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനുഷ്യരും മൃഗങ്ങളെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത്. ആ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന അവന് കിട്ടിയ ഈ ഭാവനാശേഷി അവൻ ദുരുപയോഗം ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ, നേരാമണ്ണം ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. ആ നേരാമണ്ണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഉപയോഗിക്കുന്നത് പ്രകൃതിയുമായി ഡിസ്കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പുലിവാലുകളാണ് അവന് കിട്ടുന്നത് മുഴുവൻ. അപ്പൊ അത് മറ്റൊരു വശമാണ്, നമ്മളിപ്പോ അതിലേക്ക് കയറിപ്പോകുന്നില്ല, പറഞ്ഞു വന്നപ്പോ പറഞ്ഞെന്ന് മാത്രം. അപ്പോ മൃഗങ്ങൾക്ക് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് സഹജ പ്രേരണകളുടെ പുറത്താണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ഭാവനയുടെ അഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ മൂല്യങ്ങളില്ലാതെയാണ് അവർ പെരുമാറുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ മൂല്യത്തെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? അത് മനുഷ്യന്റെ ബോധമാണ്. മനുഷ്യന്റെ ബോധമാണ് അപ്പൊ മൂല്യം എന്നുള്ള സംഭവത്തെ ഉണ്ടാക്കുന്നത്. മൃഗങ്ങൾക്ക് ആ സാധ്യത ഇല്ല. മൃഗങ്ങൾക്ക് ധർമ്മമേ പ്രവർത്തിക്കുന്നു, ഉത്തരവാദിത്വം പ്രവർത്തിക്കില്ല, ധർമ്മം പ്രവർത്തിക്കും. മനുഷ്യന് ഉത്തരവാദിത്വം പ്രവർത്തിക്കും. ഉത്തരവാദിത്വത്തിന്റെ പുറകിൽ യുക്തിയുണ്ട്. പട്ടിക്ക് സ്ഥലം കാക്കുന്ന അത് ധർമ്മമായിട്ടാണ് തോന്നുന്നത്. നമുക്ക്
യുക്തി വിചാരം ചെയ്യും. പട്ടിക്ക് ആ യുക്തിയില്ല, അത് നേരിട്ട് നടപ്പിലാക്കും എന്നുള്ളത്. അപ്പോ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മനുഷ്യന് മൂല്യം എന്നുള്ള കാര്യം അവിടെ ഉണ്ടാവും. അതിന് സപ്പോർട്ട് ചെയ്യുന്നത് അവന്റെ മനുഷ്യ യുക്തിയാണ്, മനുഷ്യ ഭാവനയാണ്, മനുഷ്യബോധമാണ്. അവിടെയാണ് അവന് ഉത്തരവാദിത്വം എന്നുള്ള സംഭവം ഉണ്ടാവുക. അപ്പോ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ മൃഗങ്ങൾക്കും നമുക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ മൃഗങ്ങൾക്ക് ആ മൂല്യം എന്നുള്ള ഒരു വിചാരമില്ല, മൂല്യം എന്നുള്ള അവസ്ഥയില്ല, സഹജപ്രേരണയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആത്മീയത എന്ന് പറയുന്ന ഒരു പ്രത്യേക സാധനമില്ല, ഒരു പ്രത്യേക വെളിവാക്കല്ല. അവരവിടെയാണ് ജീവിക്കുന്നത്, അവർ സഹജമായിട്ടാണ് ജീവിക്കുന്നത്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന്റെ വ്യക്തിത്വത്തില് ഈ അവന്റെ ധർമ്മത്തെ കർമ്മങ്ങളാക്കി മാറ്റുന്നതിനുള്ള ചില ഗൈഡ് ലൈൻ, നിയത ഗൈഡ് ലൈൻസ് ഉണ്ടാകേണ്ടതുണ്ട്. അത് സഹജഭാവനയുടെ ഭാവമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുക. അതായത് മൂല്യങ്ങൾ ഉൾച്ചേർന്ന വ്യക്തിത്വമായിരിക്കും മനുഷ്യനുണ്ടാവുക. ധർമ്മങ്ങൾ നയിക്കുന്നതായിരിക്കും അവന്റെ ജീവിതം. ഈ മൂല്യത്തിൽ അധിഷ്ഠിതമായ ധർമ്മങ്ങൾ നയിക്കുന്നതായിരിക്കണം. അവർക്ക് ധർമ്മമുണ്ടെങ്കിലും, മൃഗങ്ങൾക്ക് ധർമ്മമുണ്ടെങ്കിലും ആ ധർമ്മത്തെ നയിക്കുന്നത് അവന്റെ സഹജ ചോദനകളാണ്. ധർമ്മം ആണ് രണ്ടിടത്തും നടപ്പിലാകുന്നത്. ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അപ്പോൾ മൂല്യങ്ങൾ പേറുന്ന ഒരു സ്വഭാവം ഇവിടെയുണ്ട്. അവിടെ മൂല്യം ഒന്നുമില്ല, അവർ സഹജഭാവത്തിൽ ജീവിക്കും. അപ്പോൾ മൂല്യങ്ങൾ പേറുന്ന മനുഷ്യന്റെ ഉള്ളിൽ അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? അവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഐക്യമുണ്ടാവും. മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അവൻ പറയുന്നതിൽ സവിശേഷതകൾ ഉണ്ടാവും, വിശേഷണങ്ങൾ ഉണ്ടാവും. അവന്റെ പറച്ചിലിൽ അല്ലെങ്കിൽ അവന്റെ ചെയ്തികളിൽ ഈ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവും. അതായത് ചില കാര്യങ്ങൾ സൂക്ഷിക്കാനായിട്ടുള്ള കരുതൽ ഉണ്ടാവും. അതാണ് അവന്റെ മൂല്യം എന്ന് പറയുന്നത്. അവൻ വെറുതെ ഒരു പ്രക്രിയ ചെയ്യലല്ല, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യലല്ല, അവന്റെ സഹജ ചോദനയെ വെളിവാക്കലല്ല. ആ ചെയ്യുന്നതിന് ചില പ്രത്യേക ഗൈഡ് ലൈൻസ് അവൻ സൂക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഒളിമ്പസ് ഇതിനെ മനസ്സിലാക്കുന്നത് ഈ വിധത്തിലാണ്. ആത്മീയത എന്ന് പറയുന്നത് ഭാവനയാകുന്ന ബോധത്തിന്റെ സൃഷ്ടിശക്തിയായിട്ടാണ്, അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, മോർഫസ് ആയിട്ടാണ് കാണുന്നത്. ഭാവനയുടെ ഒരു സൃഷ്ടി ആയിട്ടാണ് കാണുന്നത്. അപ്പോ ഈ ചോദന എന്ന് പറയുന്നതും അത് പ്രകൃതിയുടെ ആന്തരിക നിയമമാണ്, അല്ലെ? പ്രകൃതി നൽകുന്ന ആന്തരിക നിയമമാണ്. ഉള്ളിൽ നിന്നും അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഉള്ളിൽ നിന്നും സഹജമായി ഉണരുന്ന ആന്തരിക നിയമമാണ്. അപ്പോ ബോധത്തിന്റെ സൃഷ്ടിശക്തിയാണ് ഭാവനയെങ്കിൽ ചോദന പ്രകൃതിയുടെ ആന്തരിക നിയമമാണ്. അപ്പോൾ മൂല്യങ്ങള് ധർമ്മത്തിന്റെ സാമൂഹിക രൂപമാണ്. ധർമ്മം വെളിപ്പെടുന്ന സമയത്ത്, കർമ്മമാകുന്ന സമയത്ത് അത് ഏത് രൂപത്തിലാകണം എന്നുള്ള ഷേപ്പിംഗ് നടത്തുന്നത്, ഗൈഡ് ലൈൻസ് നടത്തുന്നത്. ആ ഗൈഡ് വീലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പ്രിന്ററിലൊക്കെ കാണില്ല, ഗൈഡ് വീലുകൾ കാണുന്നത്, അതുപോലെയുള്ള ഗൈഡ് ലൈൻസ് ആണ് മൂല്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്വഭാവമോ അത് നമ്മുടെ ആവർത്തിക്കുന്ന മൂല്യങ്ങളുടെ ഫലമാണ്. നമ്മുടെ ഉള്ളിലുള്ള ആവർത്തിക്കുന്ന മൂല്യങ്ങളില്ലേ, ആ മൂല്യങ്ങളുടെ ഫലമാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. ജീവിതമാകട്ടെ ഈ മൂല്യങ്ങളുടെ പ്രതിഫലനമാണ്. നമ്മുടെ സ്വഭാവം അനുസരിച്ചാൽ നമ്മുടെ ജീവിതം ഉണ്ടാവും, അല്ലെ? അപ്പോ സ്വഭാവം എന്ന് പറയുന്നത് മൂല്യങ്ങളുടെ ആവർത്തനാണ്. ഒരുപാട് നമ്മൾ കരുതുന്ന മൂല്യങ്ങളുടെ ആവർത്തനമാണ്. ഒരാളുടെ സ്വഭാവം ഭയങ്കര മോശം വെച്ചാൽ അയാൾ വളരെ മോശമായിട്ടുള്ള മൂല്യങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഇതിലൂടെ കടന്നു പോകണമെങ്കിൽ, ഈ ഒരു ജീവിത പ്രക്രിയയിലൂടെ കടന്നു പോകണമെങ്കിൽ ആദ്യം ചോദന എന്നുള്ള അവസ്ഥയിൽ നിന്നും അത് ഭാവനയിലൂടെ ജീവിത വ്യവസ്ഥയായിട്ട് മനസ്സിലാകണമെങ്കിൽ, അത്തരത്തിൽ പരിവർത്തിക്കണമെങ്കിൽ അതിനൊരു ക്രമമുണ്ട്. അത് ആദ്യം ചോദനയിൽ നിന്ന് ഭാവനയിലേക്ക് പോകണം. നമുക്ക് ചോദന ഉണ്ടാവണം, അതിൽ നിന്ന് ഭാവനയിലേക്ക് പോകണം. ഭാവനയിൽ നിന്ന് മൂല്യങ്ങളിലേക്ക് പോകണം, മൂല്യങ്ങളിൽ നിന്ന് സ്വഭാവത്തിലേക്ക് പോകണം, സ്വഭാവത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് പോകണം, പ്രവർത്തനത്തിൽ നിന്ന് ജീവിത ഫലത്തിലേക്ക് പോകണം. ഒന്നുകൂടെ പറയാം. ആന്തരിക ചോദന, ചോദനയിൽ നിന്നും ഭാവന, ഭാവനയിൽ നിന്നും മൂല്യം, മൂല്യത്തിൽ നിന്നും സ്വഭാവം. മൂല്യം എന്ന് പറയുന്നത് നമ്മളിൽ നിൽക്കും, ആ സ്വഭാവം ആണ് വെളിപ്പെടുന്നത്. സ്വഭാവത്തിൽ നിന്നും പ്രവർത്തനം, ശരിക്കും വെളിയിലേക്ക് വന്നു. പ്രവർത്തനം ആണ് ജീവിത ഫലമായിട്ട് നമുക്ക് തിരിച്ചു വരിക. മനോതലങ്ങളെ വെച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. ചോദന എന്ന് പറയുന്നത്
മറ്റേ സഹജാവബോധത്തിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഉപബോധം മുതൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. ഭാവന എന്ന് പറയുന്നത് ജാഗ്രത് ബോധത്തിലാണ്. മൂല്യം, സ്വഭാവം എന്ന് പറയുന്നത് മൂല്യത്തിൽ നിന്നും സ്വഭാവത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് എവിടെയാണ്? ഈ പ്രകട മനസ്സിലാണ്. സ്വഭാവത്തിൽ നിന്നും പ്രവർത്തനത്തിലേക്ക് എന്ന് പറയുന്നത് പ്രകട മനസ്സിന്റെ അടുത്ത സ്റ്റെപ്പ് ആ പ്രതിമനസ്സിലാണ്. പിന്നെ ആ പ്രതിമനസ്സിന്റെ അതിരിലാണ് ഈ ജീവിത ഫലം എന്നുള്ളത് ഉണ്ടാവുക. അവിടെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോ ജീവിത വിജയത്തിൽ ആത്മീയതയ്ക്ക് കൃത്യമായിട്ട് പങ്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. വിശ്വാസ്യതയുള്ള ഒരു വ്യക്തിത്വം നമുക്ക് ഉണ്ടായിത്തീരുമ്പോഴാണ് ജീവിത വിജയം ഉണ്ടാവുക, അല്ലെ? സ്ഥിരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം, ബന്ധങ്ങളിൽ കൃത്യമായിട്ട് ഒരു മെച്യൂരിറ്റി ഉണ്ടാവണം. അങ്ങനെ നമുക്ക് നേതൃത്വം, നമുക്ക് ജീവിതത്തിലെ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് മുൻപോട്ട് പോകണമെങ്കിൽ അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വിജയം നമുക്ക് കണ്ടെത്താൻ പറ്റണം. ഇങ്ങനെ ജീവിത വിജയത്തിൽ ആത്മീയത എന്ന് പറയുന്നതിന് വല്ലാത്ത പങ്കുണ്ട്. അപ്പൊ വിശ്വാസ്യത, സ്ഥിരത, ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരവസ്ഥ, റെസ്പോൺസിബിലിറ്റി, മീനിങ് അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴാണ് ജീവിത വിജയം കൃത്യമായിട്ട് ഉണ്ടാവുക. ഇതിന്റെ ഈ ഒരു അളവിൽ വികസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് മൂല്യങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു ബോധം ഉണ്ടാവുക. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ സവിശേഷതയുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്ന സവിശേഷതയുണ്ടോ, എന്താണ് വെറുതെ ഒരു ക്രിയ എന്നുള്ളതിന് പകരം അതിന് ഒരു സവിശേഷ ക്രിയയായിട്ട് മാറുന്നത്, ഒരു പ്രക്രിയ, ഒരു മെക്കാനിക്കൽ ആക്ടിവിറ്റി എന്നുള്ളതിനെ എങ്ങനെയാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസെൻഡന്റൽ ആക്ടിവിറ്റി ആയിട്ട് മാറ്റാൻ പറ്റുക എന്നുള്ളത് കണ്ടറിയാനുള്ള ഒരു ബോധം നമുക്ക് വേണം. ആ മൂല്യങ്ങളെ ജീവിക്കുന്ന ശീലം ഉണ്ടാവണം. നമുക്ക് ഉള്ളിലൊരു മൂല്യം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ജീവിക്കണമല്ലോ, അല്ലെ? അത് ജീവിക്കുന്ന ശീലം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ആ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരിശീലനം ഉണ്ടാവും. ശീലം ഉള്ളിൽ സ്ഥായിയാകാൻ വേണ്ടിയിട്ടാണ് ശീലനം ഉണ്ടാവുക, പരിശീലനം ഉണ്ടാവുക. അപ്പൊ ആവർത്തിച്ച് മാറ്റുന്ന പ്രക്രിയകളിലൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പൊ മൂല്യം ഉണ്ടാവണം, ശീലമുണ്ടാവണം, പരിശീലനം ഉണ്ടാവണം, അത് ജീവിതമായി മാറണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ആത്മീയത ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുക. നമ്മുടെ ഉള്ളിലെ മൂല്യങ്ങൾ, ആ മൂല്യങ്ങളാണ് ജീവിതത്തിന്റെ ആവർത്തനമായിട്ട് മാറേണ്ടത്. അപ്പോ നമ്മള് ഇപ്പോ സാമാന്യീകൃത ആത്മീയതയിലെ അടുത്ത പാഠമായിട്ട് നമ്മൾ ഇനി വരുമ്പോ നമ്മൾ ഇവിടെ നിന്നും അതിലേക്ക് ബ്രിഡ്ജ് ചെയ്യാം. മൂല്യങ്ങൾ അറിയുന്നത് മാത്രം മതിയോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. മൂല്യങ്ങൾ ശീലമാകേണ്ടത് അനിവാര്യമാണ്, നമുക്ക് മനസ്സിലാവും. ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമാണ് പരിശീലനത്തിന്റെ ഒരു രീതിയിലേക്ക് പോകണം എന്നുള്ളത് മനസ്സിലായി. ഇനി പരിശീലനം എന്നുള്ളത് എങ്ങനെയാണ്, അതിന്റെ സാങ്കേതികത എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ആത്മീയതയെ പരിശീലിക്കുന്നതിന്റെ സാങ്കേതികത. ജീവിത വിജയത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് പരിശീലനം നടത്തണമെങ്കിൽ, ആത്മീയ പരിശീലനം നടത്തണമെങ്കിൽ അതിന് എന്ത് വഴിയാണ് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നാളെ പരിശോധിക്കാം. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. മൂല്യങ്ങൾ എന്ന് പറയുന്നതുണ്ടല്ലോ, നമുക്ക് ചോദന എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് ആദ്യം. അത് ഭാവനയിലേക്ക് മാറുന്നു, ഭാവന എന്നുള്ളത് പിന്നീട് മൂല്യമായി മാറുന്നു, ആ മൂല്യം എന്നുള്ളത് സ്വഭാവമാകുന്നു, സ്വഭാവം പ്രവർത്തനമാകുന്നു, ആ പ്രവർത്തനം ജീവിത വിജയത്തെ കൊണ്ടുതരുന്നു എന്നുള്ളത്. ഈ വിധത്തിലാണ് ആത്മീയത എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഫോം ആകുന്നത്. ജീവികളിൽ ഈ ഫോർമേഷൻ ആവശ്യമില്ല, അവിടെ ഓൾറെഡി എംബെഡഡ് ആണ്, നമുക്കത് ആവശ്യമാണ്. അപ്പൊ ഇതിന് പരിശീലനം വരെ ആവശ്യമാണ്. പരിശീലന ക്രമത്തെ കുറിച്ച് നമുക്ക് നാളെ പരിശോധിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.